അഹങ്കാരിയെ പൊക്കിക്കൊണ്ടുവരുവാൻ നോക്കിയ മുറിമോനും ലുട്ടാപ്പിയും നാണം കെട്ടു. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ കയ്യിൽ എത്തുവാൻ കാരണഭൂതയായ ഭരണകൂട വിരുദ്ധ വികാരം ആളിക്കത്തിക്കുവാൻ അതിൽ ഏവിയേഷൻ ഫ്യൂവൽ പകർന്നു നൽകിയ സർവ്വജനങ്ങളാലും വെറുക്കപ്പെട്ട അന്തംകമ്മണിയും മുൻ മേയറുമായിരുന്ന ആര്യ രാജേന്ദ്രനെ DYFI ജില്ലാ പ്രസിഡന്റാക്കുവാൻ CPM-ലെയും DYFI-ലെയും ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾ നടത്തിയ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു. പാർട്ടിയിലെ പ്രമാണിമാരായിരുന്ന ചിലരുടെ പ്രിയങ്കരിയായിരുന്ന ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ തട്ടിൻപുറത്ത് കയറിയ ആ അന്തംകമ്മണിയെ DYFI-യുടെ അമരത്തെത്തിച്ച് പതുക്കെ പൊക്കിക്കൊണ്ടുവരുവാനുള്ള ആ പദ്ധതിയാണ് ഇന്നലെ പൊളിഞ്ഞുപോയത്. പകരം VS ശ്യാമയെ DYFI ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അങ്ങനെ ജില്ലയിലെ DYFI-യുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി ശ്യാമ. സ്ഥാനമൊഴിഞ്ഞ കമ്മിറ്റിയിൽ ട്രഷററായിരുന്നു ശ്യാമ. ജില്ലാ സെക്രട്ടറിയായി SL ലിജുവിനെയും ട്രഷററായി SS നിതിനെയും ജില്ലാ സമ്മേളനം തിരഞ്ഞെടുത്തു. ഇരുവരും സംസ്ഥാന സമിതി അംഗങ്ങളാണ്. നിലവിലെ സെക്രട്ടറി JS ഷിജു ഖാനും പ്രസിഡന്റ് V അനൂപും സ്ഥാനം ഒഴിയുവാനുള്ള ആ സന്നദ്ധത അറിയിച്ചതോടെയാണ് ഇവർക്ക് പകരക്കാരെ കണ്ടെത്തിയത്. മൊത്തത്തിൽ അഡ്രസ് പോയി പിന്നാമ്പുറത്തായ ആര്യയെ ലൈംലൈറ്റിലെത്തിക്കുവാൻ ലുട്ടാപ്പിയും മുറിമോനും ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആര്യ രാജേന്ദ്രനെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പോഷക സംഘടനകളുടെ ഭാരവാഹിത്വത്തിൽ എത്തിക്കുവാൻ മേൽപ്പറഞ്ഞവരുടെ നിർദ്ദേശത്തിൽ CPM-ലെയും DYFI-ലെയും ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾ ആഞ്ഞ് ശ്രമിച്ചിരുന്നു. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ ആര്യയെ സീനിയോറിറ്റി പരിഗണിച്ച് ജില്ലാ പ്രസിഡന്റ് ആക്കണമെന്ന താല്പര്യമായിരുന്നു ഈ നേതാക്കൾ പ്രകടിപ്പിച്ചത്. എന്നാൽ ജില്ലയിൽ പാർട്ടിക്ക് ഇത്രയും അവമതിപ്പുണ്ടാക്കിയ മറ്റൊരാളില്ലെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ആര്യ നേരത്തെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ഒഴിവായതാണെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടി. പാർലമെന്റ് സമ്മേളനത്തിലായി ഡൽഹിയിലായിരുന്ന അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം MP എങ്ങനെയെങ്കിലും ആര്യയെ ആ പദവിയിലെത്തിക്കുവാൻ ഇന്നലെ തലസ്ഥാനത്തെത്തി. ഇന്നലെ രാവിലെ സ്ഥാനമൊഴിയുന്ന കമ്മിറ്റി യോഗം ചേരുകയുണ്ടായി. ശ്യാമ പ്രസിഡന്റും ലിജു സെക്രട്ടറിയുമായ ഒരു പാനൽ അവർ തയ്യാറാക്കുകയും ജില്ലയിൽ DYFI-യുടെ ചുമതലയുള്ള CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS സുനിൽകുമാർ, ജില്ലാ സെക്രട്ടറി V ജോയി, V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളുമായി ആശയവിനിമയം നടത്തി ഈ പേരുകൾ ഉറപ്പിക്കുകയായിരുന്നു. മുറിമോന്റെയും ചില ഉന്നതരുടെയും ആശീർവാദമുണ്ടായിരുന്ന ആര്യ ചില്ലറയൊന്നുമായിരുന്നില്ല കളിച്ചത്. വളർത്തിക്കൊണ്ടുവന്നവർക്കൊട്ട് തന്നെ നല്ല ചിമിട്ടൻ പണി കൊടുത്തിരുന്നു. അതിൻ്റെ എല്ലാം പ്രതികാരം അവർ ഇന്നലെ ഒന്നായി നിന്ന് തീർത്തു കൊടുത്തു. വിനീഷിനെ സെക്രട്ടറിയാക്കണം എന്ന് ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടെങ്കിലും ഒടുവിൽ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ച ആ പാനൽ തന്നെ അംഗീകരിക്കാമെന്ന് നേതാക്കൾ തീരുമാനിച്ചു. കാട്ടായിക്കണം സ്വദേശിയായ ശ്യാമ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായിരുന്നു. സെക്രട്ടറിയായി ചുമതലയേൽക്കുന്ന SL ലിജു വെമ്പായം സ്വദേശിയാണ്. അതുപോലെ കരിമണൽ കള്ളൻ കർത്തയുടെ കയ്യിൽ നിന്നും കോഴ വാങ്ങി മകളുടെ ഷെൽ കമ്പനിയിലിട്ട ആ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED സംഘത്തെ ആക്രമിക്കുവാൻ DYFI പ്രവർത്തകർ കൂടിയത് ആവശ്യമില്ലാത്ത നടപടിയായി പോയി എന്ന് DYFI ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. രക്ഷിക്കുവാൻ അന്തംകമ്മി വിജയൻ അല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്ന ആ ബോധമെങ്കിലും നമുക്കുണ്ടാകണമായിരുന്നു എന്ന് അവർ സ്വയം വിലയിരുത്തി. സ്വയം കുറച്ച് ചാടിയ IP ബിനു അടക്കമുള്ളവർ ഇപ്പോഴും ജാമ്യം കിട്ടാതെ ജയിലിലാണ്. സംഘടനയ്ക്ക് ചേർന്ന പ്രതികരണമായിരുന്നില്ല DYFI നേതാക്കളിൽ നിന്നുണ്ടായത് എന്ന പൊതുവായ വികാരമാണ് ഇന്നലെ ചർച്ചയിൽ ഉണ്ടായത്. എന്നാൽ പ്രവർത്തന റിപ്പോർട്ടിലോ സംഘടനാ റിപ്പോർട്ടിലോ ഇതേക്കുറിച്ച് ഒന്നും പരാമർശിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ട ആ കനത്ത തോൽവിയുടെ കാരണങ്ങൾ പരസ്യമായി എണ്ണിപ്പറഞ്ഞ് മുൻ സ്പീക്കർ AN ഷംസീർ രംഗത്തെത്തി. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിച്ചപ്പോൾ ശക്തി ഉണ്ടായില്ലെന്നും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയെന്നും ഷംസീർ തുറന്ന് സമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം, അയ്യപ്പ സംഗമം, വെള്ളാപ്പള്ളിയെ ചുമന്നുകൊണ്ട് കടന്നത് എല്ലാം തിരിച്ചടിയായെന്ന വിമർശനമാണ് ഷംസീറും തുറന്നു സമ്മതിക്കുന്നത്. എന്തായാലും അഹങ്കാരി അന്തംകമ്മണി ആര്യ രാജേന്ദ്രൻ ഇനിയും വീട്ടിൽ തന്നെ ഇരിക്കും എന്ന് ചുരുക്കം. ഇതൊക്കെ കണ്ട് ഊറിച്ചിരിച്ച് യദു ഇപ്പോൾ നിയമസഭാ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. അന്തംകമ്മണി വഴിസൈഡിലൂടെ പോകുമ്പോൾ യദു കൈകൊണ്ട് ഒരാംഗ്യം പോലും കാണിക്കരുത് കേട്ടോ. അഥവാ കാണിച്ചാലും ഇനി വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്തായിരുന്നു പ്രകടനം? ഇപ്പോൾ ഇതാ പവനായി ശവമായി.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.